ഹൈസ്പീഡ് റെയിൽ പദ്ധതിയിൽ സാധ്യമായ നടപടി സ്വീകരിക്കുമെന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാതെ ഭൂമിശാസ്ത്ര പഠനം നടത്തിയ ശേഷം മാത്രമേ പദ്ധതി അംഗീകരിക്കൂവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആറന്മുള വിമാനത്താവള പദ്ധതിയെപ്പറ്റി ചിന്തിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ സംസ്ഥാനത്തിന്റെ താൽപര്യം ഹനിച്ചുള്ള ഒരു നീക്കവും ഉണ്ടാകില്ല എന്നും സതീശൻ കൂട്ടിച്ചേർത്തു. വിവരങ്ങളുമായി ദിലീപ് കുട്ടിച്ചൽ ചേരുന്നുണ്ട്. ദിലീപ്, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ സുപ്രധാനമായ കാര്യങ്ങൾ തന്നെയാണ്. എന്തൊക്കെയാണ് ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതൊപ്പം ഈ മറ്റ് വിശദാംശങ്ങളോട് പങ്കുവയ്ക്കാം? അശ്വതി സൂചിപ്പിച്ച പോലെ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ഈ ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ സംഭവമായി അദ്ദേഹം പറഞ്ഞത് ഇന്ന് മന്ത്രിസഭാ യോഗത്തിലോ അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ അജണ്ടയിലോ ആറന്മുള വിമാനത്താവളം കൊണ്ടുവരണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഇല്ല എന്നടക്കമുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതേസമയം ഹൈസ്പീഡ് റെയിൽ പാതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത്, അതായത് ഈ ശ്രീധരൻ്റെ റിപ്പോർട്ട് ലഭിച്ചുമെന്നും ഈ റിപ്പോർട്ട് വിദഗ്ധ സമിതിയെ കാണിച്ചതിന് ശേഷം അവർ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്, അതോടൊപ്പം എന്തെങ്കിലും പോരായ്മ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഭൂമിശാസ്ത്രപരമായിട്ട് യാതൊരുവിധ പ്രശ്നവും വരാത്ത രീതിയിലും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാത്ത തരത്തിലായിരിക്കും ഇത്തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക എന്നടക്കമുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട, അതായത് പ്ലീഡർ വിവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദത്തിലും വ്യക്തമായ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ KSU അല്ല, അതുപോലെ തന്നെ RSS ഈ BJP പ്രവർത്തകരെ പ്ലീഡർമാരാക്കി എന്നടക്കമുള്ള ഒരു വിമർശനം ഉയരുന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അതിനും ഒരു വിശദീകരണം നൽകിയിരുന്നു. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഈ 2 പ്ലീഡർമാരാണ് നിയമിച്ചതെന്നടക്കമുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല, അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ ബന്ധമുള്ളവരെ അല്ല നിയമിച്ചത്, ഇത് തെറ്റായ വാർത്തകളാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അവസാനിച്ചതും. അതോടെ തന്നെ മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, അതായത് വിഴിഞ്ഞ ഓഹരി MSCക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിവാദവും കൂടി ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലും അദ്ദേഹം വ്യക്തമാക്കിയത് MSCക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല എന്നും അതോടൊപ്പം തന്നെ ഓഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സർക്കാരിനെയും അതോടൊപ്പം തന്നെ കേരള സർക്കാരിനെയും അതോടൊപ്പം തന്നെ കേരളത്തിനും യാതൊരുവിധ പ്രശ്നം വരാത്ത രീതിയിൽ മാത്രമേ പരിഹരിക്കൂ എന്നടക്കമുള്ള കാര്യമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതും. എന്തായാലും ഈ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട, അതായത് MSCയുടെ ഓഹരി വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ വ്യക്തത വന്നിട്ടില്ല എന്ന് തന്നെയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ ആ പ്രതികരണം ഒന്ന് കേൾക്കാം. ആദ്യഘട്ടത്തിലെ സ്ഥല പരിശോധനകൾ, ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച വിജ്ഞാപനങ്ങൾ അല്ലെങ്കിൽ ഭൂതല നിർമ്മാണവുമായി ബന്ധപ്പെട്ട യാതൊരു പ്രാരംഭ നടപടികളും ഇപ്പോൾ ആരംഭിക്കരുത് എന്നാണ് കമ്മിറ്റി ശുപാർശ ചെയ്തത്. കാരണം ഇതിന്റെ ഒരു കൃത്യമായ ഒരു എക്കണോമിക് മോഡൽ, ഇതിൽ എത്ര യാത്രക്കാർ യാത്ര ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പിന്നെ പാരിസ്ഥിതിക പഠനം, ഇതൊന്നും നടത്താതെ, അതാണ് നമുക്ക് കേരളയിൽ പറ്റിയ ഒരു അപകടം ഇതിന്റെ അകത്ത് ആവർത്തിക്കുന്നത്. ഈ ലോജിസ്റ്റിക്സ് മൂവ്മെന്റ് ഇല്ല ഇതിനകത്ത്. അപ്പൊ ആ ലോജിസ്റ്റിക്സ് മൂവ്മെന്റ് ഇല്ലാതെ പാസഞ്ചേഴ്സ് ട്രെയിൻ കൊണ്ട് മാത്രം ഇത് നമുക്ക് വരുമാനവും നമ്മൾ ചെലവാക്കുന്ന പണം അത് തിരിച്ചടയ്ക്കാനും ഒക്കെയുള്ള ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ പോകും എന്നുള്ളതൊരു പ്രശ്നമാണ് അവർ തന്നിരിക്കുന്നത്. ബദൽ മാർഗങ്ങൾ എന്താണ് എന്നത് വിശകലനം നടത്തണം. ഭൂമിയുടെ ലഭ്യത, അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൃത്യമായ കണക്കുകൾ ഈ റിപ്പോർട്ടിലില്ല. നിലവിലുള്ളതും ഭാവിയിൽ വികസിക്കപ്പെടുന്നതുമായ മെട്രോ, തുറമുഖ, ഉൾനാടൻ ജലഗതാഗത സംവിധാനങ്ങളുമായിട്ടുള്ള സംയോജനം, ഇത്തരം കാര്യങ്ങൾ പഠിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പഠനങ്ങൾ യഥാർത്ഥ ആവശ്യകതയും പദ്ധതിയുടെ വിശാലമായ ബഹുമുഖ സാമ്പത്തിക പ്രാധാന്യവും തെളിയിച്ചാൽ മാത്രമാണ് DPR തയ്യാറാക്കുന്ന അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്നാണ് കമ്മിറ്റിയുടെ ഏകകണ്ഠമായിട്ടുള്ള റിപ്പോർട്ട്. ആ റിപ്പോർട്ട് വിശദമായി പഠിച്ചതിന് ശേഷം ഗവൺമെന്റ് അതിനുള്ള നടപടികൾ കൈക്കൊള്ളും. ദിലീപുണ്ട് വിവരങ്ങൾ നൽകാൻ. ദിലീപേ, ഈ മറ്റൊരു കേരളയിലാകാനുള്ള സാധ്യതയുണ്ടോ ഹൈസ്പീഡ് റെയിൽ? എന്താണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കുന്നത്? അശ്വതി, മറ്റൊരു, അതായത് കേരളയിലുമായി ബന്ധപ്പെട്ട അത്തരത്തിലൊരു ഹൈസ്പീഡ് റെയിൽ പാതയാണോ എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം വ്യക്തമാക്കിയത്, അത്തരത്തിൽ കേരളയിലുമായി സമാനമായിട്ടുള്ള ഒരു പദ്ധതിയല്ല ഇതെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഹൈവേ റെയിൽ സ്പീഡ്, അതായത് എത്ര പെട്ടെന്ന് ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ തരത്തിലുള്ള രീതിയിലേക്ക് നടപ്പിലാക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ, അതായത് കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി സംസാരിച്ച ശേഷം മാത്രമായിരിക്കാം നടപ്പിലാക്കുന്നത് എന്നടക്കമുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും കേരളയിലുമായി യാതൊരു ബന്ധമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് ഇത് പാസഞ്ചർ ട്രെയിൻ മാത്രമാണ്, അതായത് യാത്രക്കാരെ മാത്രം കൊണ്ടുപോകുന്ന ഒരു ട്രെയിനാണ്. അതോടൊപ്പം തന്നെ മറ്റു ചരക്ക് സേവനങ്ങൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നഷ്ടം വരാനുള്ള സാധ്യത ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ
പരിശോധിക്കുമെന്നാണ് അദ്ദേഹം ഉറപ്പ് നൽകിയത്. പ്രത്യേകിച്ച് ഇത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ, അതായത് സാമ്പത്തിക ഘടനയെ യാതൊരുവിധ പ്രശ്നത്തിലും ബാധിക്കാത്ത രീതിയിലായിരിക്കും കൊണ്ടുപോകൂ എന്നടക്കമുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും ഈ ശ്രീധരൻ റിപ്പോർട്ട് മുഖ്യമന്ത്രി കൈമാറിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് എന്തായാലും വിദഗ്ധ സമിതി പരിശോധിക്കും. പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും എങ്ങനെ ഏത് രീതിയിൽ നടപ്പിലാക്കണം, സംസ്ഥാന സർക്കാർ നഷ്ടം വരാത്ത രീതിയിൽ എങ്ങനെയൊക്കെ നടപ്പിലാക്കാൻ പറ്റും, ഇതുവഴി എന്തെങ്കിലും പ്രശ്നമുണ്ടാവുക, പ്രത്യേകിച്ച് നമ്മുടെ ഭൂമിശാസ്ത്ര ഘടന നമുക്കറിയാം, അത് അത്തരത്തിൽ യാതൊരു പ്രശ്നം വരാത്ത രീതിയിൽ ഉള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകാനായിരിക്കും സർക്കാർ ഒരുങ്ങുക. അശ്വതി.